അങ്ങനെ നമ്മൾ ചോല മുറിച്ചെടുക്കുക. നമ്മളെ ഡ്രീം ലാൻഡിലേക്ക് പോകട്ടെ. ഈ ചോല മുറിച്ചിട്ട് വേണം മേലക്കുള്ള റോഡിന് പോകാൻ. ഇത് കേരളാങ്കുണ്ടിൻ്റെ വെള്ളച്ചാട്ടത്തിന് തന്നെ ചോലയാണ്. അങ്ങനെ നമ്മൾ ഡ്രീം ലാൻഡ് പാർക്കിൻ്റെ അവിടെ എത്തിക്കണ്ടോ. വണ്ടിയെല്ലാം പാർക്കിങ്ങിലും അവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഓടുന്നിട്ടുകയാണ്. ഇനി ഇതിലെങ്ങനെ താഴേക്കിറങ്ങാം. ഈ പാർക്ക് നമ്മൾ കരുവാരക്കുണ്ട് കേരളാങ്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് അപ്പുറത്താട്ടോ. ഇതിൻ്റെ മുകളിൽ വരണം. ഇത് നമ്മൾ പാർക്ക് എൻട്രൻസ് കഴിഞ്ഞേക്കുള്ള പാലാട്ടോ. വെള്ളച്ചാട്ടം ഉണ്ടോ അവിടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ തീ കൂടെ ഇങ്ങനെ താഴേക്കാണ്. മഴക്കാലമായതുകൊണ്ട് നല്ല നീരൊഴുക്കുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ള് പാറകളാട്ടോ അടിക്കൊക്കെ. പിള്ളേരൊക്കെ ഉണ്ട് ഐസ്ക്രീം തിന്നുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളെ പാർക്കിൻ്റെ അവിടേക്ക് എത്തടി പാലം കഴിഞ്ഞ അവിടെയൊക്കെ വള്ളങ്ങളുണ്ട്. പാർക്ക് എത്തി കുട്ടികൾക്ക് കളിക്കാല്ലേ. ഞാൻ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് പോയി നോക്കുക. ഇവിടെ എത്തിക്കണ്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വന്നത്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ആളുകൾ കമ്മിയാണ്. പോയോക്കാം. കുട്ടികൾക്ക് ഇഷ്ടംമാതിരി റൈഡുകൾ സാധനം കാണുന്നുണ്ട് അവിടെ. ഇതുണ്ട് അതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ്. ഇവിടെ കുതിരകൾ, ജിറാഫ്, ഊഞ്ഞാല്, അങ്ങനെ ഉതിർന്നു പോകാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ 50 രൂപയിൽ പെടും. പാർക്ക് നിൽക്കുന്ന ഏരിയയാണിത്. ഫുള്ള് ഫോറസ്റ്റാണ് ചുറ്റോരം. കണ്ടോ മലകൾ. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്വിമ്മിങ് പൂളാണ്. 50 രൂപയാണ് 1 മണിക്കൂറിന് ഒരാൾക്ക്. ചെറിയ ഏരിയകളുണ്ട്. കുട്ടികൾക്ക് ഉസാറായി കളിക്കാം. ട്യൂബുകളും നല്ല ഇതാണ്. 50 റുപ്യൊക്കെ 1 മണിക്കൂർ. ഇവിടെ വേറെ ഒന്നുണ്ട്. അതും കുട്ടികൾക്കില്ലല്ലേ കേട്ടോ. ഇത് 30 രൂപ. അവിടെ ഇങ്ങനെ കാര്യം സ്റ്റെപ്പ് തുറന്ന് ഇങ്ങനെ ഈ വെള്ളത്തിൽ വന്നിങ്ങനെ ചാടി കളിക്കാം. ഊഞ്ഞാലുകൾ ഇതൊന്നും ഫസ്റ്റ് തുറന്ന സീസണിൽ ഉണ്ടായില്ല. അതോ പിന്നെ വന്ന റൈഡുകളാണ് ഈ കാണുന്നതൊക്കെ. തോണി ഉണ്ടോ. കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് അവിടെ. പിന്നെ മുതിർന്നവർക്കുള്ള പൂളാണിത്. ഇതിൽ 100 റുപ്യാണ് ഒരാൾക്ക് 1 മണിക്കൂർ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വേറൊരു പൂളുണ്ട്. ഇതും വലുതാണ്. 3 പൂള് ഉണ്ട്. ഇതും പിന്നെ വലിയവർക്കല്ലാണ്. ഇത് ഫാമിലി ആയിട്ട് എടുക്കാം, അങ്ങനെ എടുക്കാം. മണിക്കൂറിന് ഒരാൾക്ക് 100 വെച്ചാണ്ട് ഉണ്ടോ. ഫാമിലി 1200 റുപ്യ 1 മണിക്കൂർ. ഇതാണ് വലിയ പൂള്. വിശാലമായ പൂളാണ് ഉണ്ടോ. ഇത്രയും വലിപ്പമുണ്ട്. ഒരുപാട് റൈഡുകളുണ്ട്. തന്നെ 2 ചോലൻ്റെ സെൻട്രലായിട്ടാണ് പാർക്ക്. വെള്ളം ചാറിന് ഒച്ച കേൾക്കുന്നത് അത് ചോലയാണ്. ഉണ്ടോ ഇവിടെ ഒരു ചോല ഉണ്ട്. അതിപ്പോൾ നമുക്ക് പ്രവേശനമല്ല, ഇങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ കാണാം. ഉണ്ടോ ഈ ചോലിൻ്റെ 2 സൈഡിൽ. അപ്പുറം ഫുള്ള് ഫോറസ്റ്റാണ്. ഒരുപാട് റൈഡുകൾ ഇനിയും ബാക്കിയാണ്. ഇവിടെ ഒക്കെ ഉണ്ട് ഊഞ്ഞാലുകളുണ്ടോ. പലതരം ഊഞ്ഞാലുകളാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കേട്ടോ. പിന്നെ ഓണം കഴിഞ്ഞ സീസണിലും അതുകൊണ്ടാണ് ആളുകളില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാണ്ടേ. ഞാൻ വെറുതെ എങ്ങനെ പോകുന്നതാണ്. എന്നാൽ അടുത്തന്നെ ആയതുകൊണ്ട് ഉണ്ടോ ഒരുപാട് റൈഡുകൾ താഴേക്കുണ്ട് കുറേ. നല്ല തണുപ്പുള്ള ഏരിയയാണ്. മുളകളും പിന്നെ ഫോറസ്റ്റിൻ്റെ മരങ്ങൾ വേറെ, ഇതിൽ വെച്ച് പിടിച്ച മുളകൾ, ഇങ്ങനെ നല്ലൊരു വൈബായ ഏരിയയാണിത്. ഏകദേശം ആളുകൾ വന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഏരിയകളാണ് ഉള്ളത്. താഴേക്ക് കുറേ പാർക്കുകളുണ്ടാവും. മെയിനായിട്ട് കുട്ടികൾക്കാണ്. കുട്ടികൾക്ക് ഇഷ്ടംമാതിരി റൈഡുകളുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അടിയിലേക്ക് എത്തിക്കുന്നുണ്ടോ. അവിടെ ഉണ്ടോ ഒക്കെ ഫുൾ ഫോറസ്റ്റാണ്. ഇതിലൊക്കെ നമുക്ക് പോരാ. ഇവിടെ വെയിലിട്ടിക്കണ് പറ്റില്ല. അവിടെ ഒരു ചോലുണ്ട്. പിന്നെ ഇതിലെങ്ങനെ ഉണ്ടോ, ഇതിലൊരു ചോല വരുന്നുണ്ട്. മഴക്കാലം ആയതുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി ഉഷാറാണ്. വേനലാകുമ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവില്ല. ഇപ്പം നല്ല ശബ്ദത്തിൽ ഒഴിക്കണുണ്ടോ. ഇവിടെ ഒരു ബ്രിഡ്ജാണ്. ഇതുവരെ വന്ന് നമുക്ക് നിൽക്കാം. ഉണ്ടോ ആ വെള്ളച്ചാട്ടം കണ്ടോ. മേലെ ഒരു വെള്ളച്ചാട്ടം കണ്ടോ. ഉണ്ടോ ഇവിടെ വെള്ളച്ചാട്ടമാണ്.
ചുറ്റുഭാഗം 2 ചോലകളായതുകൊണ്ട് മഴക്കാലത്ത് നല്ല ശബ്ദമാണ് വെള്ളത്തിൽ. ഇങ്ങനെ അടിയിലേക്ക് ആണ് പോവുകയാണ് ചോല. ഇവിടെ ചെറിയ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ. 1, 2, 3 ഉണ്ട്. കപ്പിൾസിനൊക്കെ വന്ന് നിൽക്കാനൊക്കെ പറ്റിയ നല്ല ഏരിയയാണ്. ഇതാണ് അതിൻ്റെ ഉൾഭാഗം കേട്ടോ. ചെറിയൊരു ബാൽക്കണി മാതിരി മുന്നിൽ സിറ്റ് ഔട്ട് മാതിരി ഉപയോഗിക്കാം ചോലക്ക്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗം ഇതാണ്. വലിയൊരു ബെഡ്, ഉള്ളൊരു ബാത്റൂം ഉണ്ട്. ഫുഡ് പിന്നെ നമ്മൾ ഓരോട് ഏൽപ്പിച്ചിട്ട് വരും, അല്ലെങ്കിൽ അവിടെ പുറത്ത് കിച്ചൺ ഉണ്ടാക്കി ഉണ്ടാക്കാം. അതുകൊണ്ട് കുട്ടികളാണ് 2 ആളിൻ്റെ ഉള്ളു വരെ. നല്ല ഡ്രൈവിംഗ് ആണ് വേനെ. നിർത്താനായോ? അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി വന്ന് നല്ല ഉഷാറായിട്ടുണ്ടാവും. തണുത്ത വെള്ളത്തിൽ കുളിച്ചാണ് പോകലൊക്കെ നല്ല കുളിച്ചതാണ്. നോക്കണ്ട, നല്ല തണുത്ത വെള്ളമാണ്.